വസ്ത്രം എന്ന് പറയുന്നത് കലയിലെ ഏറ്റവും കുറച്ചും ഉപയോഗിക്കാം, ഏറ്റവും എക്സാജറേറ്റ് ചെയ്തും ഉപയോഗിക്കാം. ഇതൊക്കെ കലയുടെ തത്വങ്ങളാണ്. നമ്മൾ കഥകളിയിൽ ഇത്രയും ഭീകരമായി ഉടുത്തുകെട്ട് എന്തിനാണ് എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കാറില്ലല്ലോ. അതുപോലെ തന്നെ ചിലപ്പോൾ ന്യൂനമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കലയുടെ സൗന്ദര്യത്തെ ഉദ്ദീപിപ്പിക്കുക. അപ്പോൾ നാടകത്തിലെ ആവശ്യമായ ഒരു രംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ കലാകാരി തയ്യാറായി മുന്നോട്ട് വരികയും മുകുന്ദൻ്റെ ഒരു കഥ നമുക്ക് ഓർക്കാവുന്നതാണ്. എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചിരുന്നു. അത് സംഘപരിവാർ ഹാൻഡിൽസ് ഒക്കെ വലിയ തോതിൽ അതിൽ സദാചാരവാദം ഉയർത്തിക്കൊണ്ട് വരികയാണ്. ടീച്ചറെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താണ് ടീച്ചർ ഇക്കാര്യത്തിലുള്ള നിലപാട്? ഞാൻ ആ നാടകം കണ്ടിട്ടില്ല. ഈ സദാചാരപരമായി സംഘപരിവാറിന് അങ്ങനെ ഒരു നാടകത്തെ സമീപിക്കുന്നതിനേക്കാൾ നല്ലത് കങ്കണ റണാവത്ത് എന്ന് പറഞ്ഞ അവരുടെ ലീഡറിൻ്റെ വേഷഭൂഷാദികളെ ഒന്ന് പരിഷ്കരിച്ച് മോഡസ്റ്റാക്കലാണ്. അവരുടെ പല ഫോട്ടോസും അവരുടെ ചില പരാമർശങ്ങളെ തുടർന്ന് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതാണ് സദാചാരം, എന്താണ് സദാചാരം എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ വിലയിരുത്താനാവില്ല. പ്രത്യേകിച്ച് കലയിലെ ഒരു നഗ്നത എന്ന് പറയുന്നത് ജീവിതത്തിലെ സദാചാരമോ ജീവിതത്തിലെ യാഥാർത്ഥ്യമോ അല്ല കലയിലെ യാഥാർത്ഥ്യവും കലയിലെ സദാചാരവും. നമുക്കറിയാവുന്നത് ഇപ്പോൾ ഞാൻ വിചാരിക്കണം, മൈക്കൽ ആഞ്ചലോ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ പരിപൂർണ്ണ നഗ്നനായിട്ടാണ് ചിത്രീകരിച്ചത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരികയാണ് മൂന്നാം നാൾ. അദ്ദേഹത്തിൻ്റെ രൂപം ആ മഹാനായ കലാകാരൻ ആവിഷ്കരിച്ചത് പരിപൂർണ്ണ നഗ്നനായിട്ടാണ്. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ശരീരമല്ല, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽക്കുന്ന സത്യം ആണ്. അതിനെ കുരിശിലേറ്റിയാലും കല്ലറയിൽ കുഴിച്ചു മൂടിയാലും സത്യം ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. സത്യത്തിന് ആവരണങ്ങൾ ആവശ്യമില്ല. ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് ഏത് മേഖലയിലും, നാടകത്തിലായാലും ചിത്രകലയിലായാലും ശില്പകലയിലായാലും ഒക്കെ തന്നെ നഗ്നതയെ കാണുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, മനുഷ്യ ശരീരത്തിൻ്റെ അളവുകൾ, അത് വൈരൂപ്യത്തിന് വേണ്ടിയായാലും സൗന്ദര്യത്തിന് വേണ്ടിയായാലും അതിൻ്റെ അളവുകൾ, ഇതൊക്കെ അവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു കലാകാരൻ, ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ ഒരു വ്യക്തിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ കാണുന്നത് അയാൾ ഇന്നർ റിയാലിറ്റി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കലയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ഇന്നർ റിയാലിറ്റി, ജീവിതത്തിൽ നിന്ന് വിഭിന്നമായി കലയിൽ ആവിഷ്കരിക്കപ്പെടുന്ന കലയുടെ സത്യം, കലയുടെ സൗന്ദര്യം. അവിടെ നഗ്നത ഒരു വിഷയമാക്കി കൊണ്ടുവരുന്ന കണ്ണ് വളരെ ചെറിയ കണ്ണാണ്. വളരെ കുറച്ച് മാത്രം കാണുന്ന ഈ തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കപടമായ സദാചാര വ്യവസ്ഥയുടെ കുഞ്ഞു കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് കലയുടെ അതിവിശാലമായ ലോകത്തെ കാണാൻ കെൽപ്പില്ലാത്തവരാണ് അവർ. പിന്നെ അവർക്കതിനെ വളരെ സുഖകരമായിട്ട് ഇങ്ങനെ വളച്ചൊടിച്ചൊക്കെ ചെയ്യാം. സ്നേഹലത റെഡ്ഡിയുടെ മരണം എന്ന് പറയുന്നത് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു മരണമാണ്. ഒരു മരണം മാത്രമല്ല, രാജൻ്റെ ആയാലും ആ കാലഘട്ടത്തിൽ ജയിലിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചവരുടെ മുഴുവൻ മരണങ്ങളും. അതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന അക്രമങ്ങൾ, അനീതികൾ, കൊലകൾ, അതുപോലെ തന്നെ നിഷ്ഠൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെ കലാകാരൻ ആവിഷ്കരിക്കുമ്പോൾ ആ സത്യത്തെയാണ് അയാൾ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുക. ആ പെൺകുട്ടി സ്റ്റേജിൽ അത്രയും കാണികളുടെ മുമ്പിൽ അഭിനയിച്ചതിലെ ഒരു സദാചാര പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടി ഉപയോഗിച്ച വസ്ത്രവിധാനമാണ്. വസ്ത്രം എന്ന് പറയുന്നത് കലയിലെ ഏറ്റവും കുറച്ചും ഉപയോഗിക്കാം, ഏറ്റവും എക്സാജറേറ്റ് ചെയ്തും ഉപയോഗിക്കാം. ഇതൊക്കെ കലയുടെ തത്വങ്ങളാണ്. നമ്മൾ കഥകളിയിൽ ഇത്രയും ഭീകരമായി ഉടുത്തുകെട്ട് എന്തിനാണ് എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കാറില്ലല്ലോ. അതുപോലെ തന്നെ ചിലപ്പോൾ ന്യൂനമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കലയുടെ സൗന്ദര്യത്തെ ഉദ്ദീപിപ്പിക്കുക. അപ്പോൾ നാടകത്തിലെ ആവശ്യമായ ഒരു രംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ കലാകാരി തയ്യാറായി മുന്നോട്ട് വരികയും മുകുന്ദൻ്റെ ഒരു കഥ നമുക്ക് ഓർക്കാവുന്നതാണ്. കലാകാരിയെ കാണികൾ ചതിക്കുന്ന ഒരു രംഗമാണ് അതിലുള്ളത്. അതായത് പൂർണ്ണനഗ്നയായിട്ട് അഭിനയിക്കാൻ തയ്യാറായി വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഒരു പെൺകുട്ടി അതിനുവേണ്ടി തയ്യാറായിട്ട് വന്നത്. ആ പെൺകുട്ടി വന്നു. അവളെ ആ സമയത്ത് പൂർണ്ണനഗ്നയായിട്ട് അവൾ രംഗത്ത് വരുന്ന ഇരുട്ടുള്ള രംഗത്ത് 100,000 ക്യാമറകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുകയും ആ വെളിച്ചത്തിൽ അവളുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെ അവളെ ചതിച്ച ഒരു അവസ്ഥയുണ്ട്. ഇവിടെ അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. കലയും ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എങ്കിലും കലയുടെ സത്യവും ജീവിതത്തിലെ സത്യവും രണ്ടാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത വിമർശനങ്ങളെ അതിധീരമായിട്ട് നേരിടാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും.
പുതിയ കുട്ടികൾക്ക് സാധിക്കും. പുതിയ കുട്ടികൾക്ക് പലതും സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കലയുടെ കാര്യത്തിലുള്ള വലിയ തിരിച്ചറിവും അവർ ഉൾക്കൊള്ളുകയും അവരത് സാധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിഷേധം മാത്രമല്ല, ഇതിന് പ്രതിരോധം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിന് പ്രതിരോധം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പ്രതിരോധം ഉണ്ടാകണമെങ്കിൽ അറിവും ഉണ്ടാകണം. ആരാണ് ഇതിനെ പ്രതിരോധിക്കുക? എന്താണ് കല എന്നും എന്താണ് ജീവിതമെന്നും, എന്താണ് കലയിലെ സദാചാരമെന്നും അതുപോലെ തന്നെ ജീവിതത്തിലെ സദാചാരമെന്നും ഇതെപ്പോഴും ഇടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ജീവിതത്തെ പ്രതിഫലിപ്പിക്കാൻ മാത്രമല്ല, ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ കൂടുതൽ മാറ്റി തീർക്കാനാണ് കലയിലെ സദാചാരം അല്ലെങ്കിൽ കലയിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നാടകത്തിലായാലും സിനിമയിലായാലും ഉപയോഗിക്കപ്പെടുന്ന കച്ചവടപരം അല്ലാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരോഗ്യകരമായൊരു ചിന്തയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. കണ്ട ഉടനെ തന്നെ ഇത് ഇപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പെൺകുട്ടിയുടെ വേഷമാണല്ലോ പ്രധാനം. ആണുങ്ങൾ എത്ര തുണിയില്ലാന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നരായി അഭിനയിച്ചിട്ടുള്ള ആണുങ്ങളില്ലേ നമ്മുടെ മലയാള സിനിമയിൽ തന്നെയില്ലേ? പൃഥ്വിരാജ് ഒരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല. ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവളുടെ നാടകത്തിലേക്ക് ആവശ്യമായ രീതിയിൽ 100% സത്യസന്ധമായി ധീരതയോടുകൂടി പിന്നെ ഒരു പീഡന രംഗം ചിത്രീകരിക്കാൻ വിവസ്ത്രരാക്കി അജിത നിന്ന നിൽപ്പോർക്കണം. അജിതയെ ഏത് വിധത്തിലാണ് പോലീസുകാർ സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റി പ്രദർശിപ്പിച്ചത്? വർഷം എത്ര കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റുമോ ആ കൗമാരക്കാരിയുടെ നിൽപ്പ്? അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ കാപട്യങ്ങളാണ്, കള്ളത്തരങ്ങളാണ്. ഇത് പൊളിറ്റിക്കൽ ആയി ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചില കൂട്ടർ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, അവരാദ്യം ചെയ്യേണ്ടത് കങ്കണ റണാവത്ത് എന്ന് പറയുന്ന അവരുടെ ലീഡറുടെ എപ്പോഴും പിന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ മുൻകാല ചിത്രങ്ങൾ പിന്നെ ഇറേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർത്തമാനം പറഞ്ഞാൽ മതി എന്നാണ്.